ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരുടെ പ്രവാഹം ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. ഇന്നലെ 89,108 പേരാണ് 18-ാം പടി കയറിയത്. നാളെയും മറ്റന്നാളും അവധി ദിവസങ്ങളായതിനാൽ ഇന്ന് തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്കുകൂട്ടൽ. ശബരിമലയിൽ നിന്നുള്ള വിവരങ്ങൾ കൂടുതലായി അറിയേണ്ടതുണ്ട്. മഹേഷ് പോലൂരുണ്ട് വിവരങ്ങൾ നൽകാനായി. മഹേഷ് പോലൂർ, കഴിഞ്ഞ കുറേ ദിവസത്തെ തിരക്കൊക്കെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ തിരക്കൊക്കെ നിയന്ത്രണ വിധേയമാണെന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. പക്ഷേ ഇനിയിപ്പോൾ അവധി ദിനങ്ങൾ വരാനിരിക്കുകയാണ്. അതിനനുസരിച്ച് അതിനെയൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സുരക്ഷ അല്ലെങ്കിൽ അത്തരം നിയന്ത്രണങ്ങളൊക്കെ ശബരിമലയിൽ ഇപ്പോഴുണ്ടോ? ജിൽസി, കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ 2 ദിവസമായിട്ട് കാര്യമായ ഒരു തിരക്ക് ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരുടെ പ്രവാഹത്തിലില്ലായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല, കുറെ കൂടി തിരക്കുള്ള ഒരു ദിവസമാണ്. ഇന്നലത്തെ അപേക്ഷിച്ച് കുറെ കൂടി തിരക്കുള്ള ഒരു ദിവസമാണ് ഇന്ന് എന്ന് പറയേണ്ടി വരും. 80,000-ത്തിലധികം പേർ വെർച്വൽ ക്യൂ വഴി തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ പുല്ലുമേട് വഴി, കാനനപാത വഴി ഇങ്ങോട്ടേക്ക് തീർത്ഥാടകർ എത്തുന്നുണ്ട്. ഇന്നലത്തേക്കാൾ കൂടുതൽ ആളുകൾ എത്തിത്തുടങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് അതിനൊരു പ്രധാനപ്പെട്ട കാരണം നാളെ ശനി, അത് കഴിഞ്ഞ് മറ്റന്നാൾ ഞായറാഴ്ച, ഈ 2 ദിവസവും അവധി ദിവസങ്ങളായതുകൊണ്ട് തന്നെ കൂടുതലായി ഭക്തർ എത്തും എന്നുള്ളത് കൊണ്ട് തന്നെ മുന്നൊരുക്കങ്ങൾ വളരെ സജീവമായിട്ട് തന്നെ പോലീസ്, മറ്റ് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ 18-ാം പടി വഴി ഏകദേശം മണിക്കൂറിൽ 4,000 പേരെ ഇപ്പോൾ കടത്തിവിടുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ, ഇന്ന് പുലർച്ചെ 1 മണിക്ക് മുതൽ തന്നെ ഭക്തർക്ക് ഇങ്ങോട്ട് ഈ ഫ്ലൈ ഓവർ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സന്നിധാനത്തുള്ള ഫ്ലൈ ഓവറിലേക്ക് ഭക്തരെ കയറ്റിവിട്ടിരുന്നു. 1 മണിക്ക് ശേഷം ഏതാണ്ട് 25,000-ഓളം ആളുകൾ ഇപ്പോൾ 18-ാം പടി കയറി മുകളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പോലീസ് അനൗദ്യോഗികമായി പറയുന്നത്. അതായത് ഏകദേശം 4,000 പേരെ ഇങ്ങോട്ടേക്ക് 18-ാം പടി കയറ്റി വിട്ടിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജിൽസി, പമ്പയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കാനന പാതയിൽ വരുന്ന ഭാഗത്തേക്ക് കൂടുതൽ ഭക്തരെ അധിക സമയം നിർത്താതിരിക്കാനുള്ള രീതിയിലുള്ള ഒരു ഒരുക്കമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പമ്പയ്ക്ക് മുമ്പ്, ഒരുപക്ഷെ നിലയ്ക്കലിന് മുമ്പ് തന്നെ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി, ഇടത്താവളങ്ങൾക്ക് സമാനമായ രീതിയിൽ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കി, അധികമായി വാഹനങ്ങൾ വരികയാണെങ്കിൽ അവിടെ തന്നെ നിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക. അതിനനുസരിച്ച് ഇവിടെ തിരക്ക് ഇല്ലാത്ത രീതിയിൽ സന്നിധാനത്തും ഈ നടപ്പന്തലിന് സമീപമുള്ള ഈ പ്രദേശത്ത് മുഴുവൻ തിരക്കില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ അത് നിയന്ത്രണ വിധേയമല്ലാതെ പോയത്, പമ്പയിൽ നിന്ന് ആളുകൾ നിരന്തരം ഇങ്ങോട്ട് കയറി. പക്ഷേ എത്രമാത്രം ആളുകൾ ഇങ്ങോട്ട് കയറി എന്നുള്ളൊരു കാര്യം കണക്കെടുക്കുന്നതിൽ പോലും ഉദ്യോഗസ്ഥർക്ക് വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പക്ഷെ അതില്ലാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളാണ് ശബരിമലയിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയതും തിരക്ക് വലിയ പ്രശ്നമായി മാറിയതും. ഇനി വരാൻ പോകുന്ന ഇന്നത്തെ വെള്ളിയും നാളത്തെ ശനിയും മറ്റന്നാളത്തെ ഞായറുമാണ്. ഈ ദിവസങ്ങൾ പോലീസിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അവരെടുത്തിരിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ, മുൻകരുതലുകൾ, അതൊക്കെ എങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ, ഈ നടയടയ്ക്കുന്നത് വരെയുള്ള ദിവസങ്ങൾ സ്വാഭാവികമായും തിരക്ക് കൂടുന്ന ഒരു സമയം തന്നെയാണ്. ഡിസംബർ മാസം അവസാനം എന്ന് പറയുന്നത് ശബരിമല തീർത്ഥാടകരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രവാഹമുണ്ടാകുന്ന, ഭക്തജന പ്രവാഹമുണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ മുന്നൊരുക്കങ്ങളുണ്ട്. പക്ഷേ ഇന്നലെ ഈ സ്പെഷ്യൽ ഓഫീസർ കെ സുദർശനുമായൊക്കെ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, മറ്റ് കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. എന്തായാലും നാളെ ഏതാണ്ട് 90,000-ത്തിനടുത്ത് വെർച്വൽ ക്യൂ ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നാളെ തിരക്ക് കൂടും. ഇന്ന് വൈകിട്ടോട് കൂടി തന്നെ കൂടുതൽ ആളുകൾ ശബരിമലയിലേക്ക് എത്തും എന്ന് തന്നെയാണ് ജിൽസി പറയാനുള്ളത്. ശരി മഹേഷ്, എന്തായാലും മുൻ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ പാളിച്ചകളിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ആളുകൾ എത്തുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ അവലോകന യോഗം ചേർന്ന്, മന്ത്രിയുടെ അധ്യക്ഷതയിലൊക്കെ അവലോകന യോഗം ചേർന്ന് കൂടുതൽ തിരക്കുണ്ടാകുമ്പോൾ ഇനി എന്തൊക്കെ നടപടിക്രമങ്ങളാണ് എടുക്കേണ്ടത് എന്ന കാര്യത്തിലൊക്കെ ഒരു ധാരണയിലെത്തിയിരുന്നു. ഇനി വരുന്ന അവധി ദിവസങ്ങളിൽ കൂടുതൽ പേർ എത്തുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ശബരിമലയിൽ എന്നാണ് മഹേഷ് പോലൂർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.